നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭയം അത് ഇസ്രയേലിന് നിഘണ്ടുവിലില്ല. അതുകൊണ്ട് തന്നെ ലെബനൻ മണ്ണിലേക്ക് കടന്ന് ഒരു കരയാക്രമണത്തിനുള്ള സാധ്യതകൾ അവർ തള്ളിക്കളയുന്നില്ല. ലെബനനിൽ കരയാക്രമണത്തിന് സൈന്യം തയ്യാറെടുക്കുന്നതായി ഇക്കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈനിക മേധാവി പ്രഖ്യാപിച്ചത്. തൊട്ടു പിന്നാലെ വലിയ തോതിൽ സൈനിക നീക്കം ഇപ്പോൾ അതിർത്തിയിലേക്ക് നടക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ലെബനൻ മണ്ണിലേക്ക് ഇസ്രായേൽ സേന ഇരച്ചു കയറാം എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതിനിടയിൽ അമേരിക്കയും ഫ്രാൻസുമൊക്കെ ഒരു താൽക്കാലിക വെടിനിർത്തലിനായി ഇരു വിഭാഗത്തോടും അഭ്യർത്ഥിക്കുന്നു. ലെബനനിൽ കരയാക്രമണം നടത്തുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നടക്കുന്ന ശക്തമായ വ്യോമാക്രമണമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. സമാനതകളില്ലാത്ത ആക്രമണങ്ങളാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇപ്പോൾ ഇസ്രായേൽ തൊടുത്തുവിടുന്നത്. ഇന്നലെ ടെല്ലവീവിലെ മൊസാദിന്റെ കേന്ദ്രത്തിലേക്ക് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു മിസൈൽ പറന്നു വന്നത് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചു. ആകാശത്ത് വെച്ച് തന്നെ മിസൈൽ തകർത്തെറിഞ്ഞു. പിന്നീട് 200 ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ തീമഴ പെയ്യിച്ചുകൊണ്ടാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത്. റിസർവ് സൈനികരോട് അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടു. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഏതു നിമിഷവും ലെബനനിലേക്ക് കരവഴി കടക്കാൻ ഒരുങ്ങിയിരിക്കണമെന്നാണ് സൈന്യത്തിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. വടക്കൻ അതിർത്തിയിലേക്ക് കരുതൽ സേനയിലെ 2 ബ്രിഗേഡുകളെ പുതുതായി വിന്യസിക്കാനും ഇസ്രായേൽ തീരുമാനമെടുത്തു. ലെബനനിൽ പുതിയ യുദ്ധമുഖം തുറന്നതിന്റെ 3-ാം ദിനമായ ബുധനാഴ്ച പുലർച്ചെ ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റുകൾ അയച്ചു. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനത്തേക്കാണ് ഖാദർ-1 എന്ന ബാലിസ്റ്റിക് മിസൈൽ അവർ തൊടുത്തുവിട്ടത്. ടെല്ലവീവിലേക്ക് ആദ്യമായി ഹിസ്ബുള്ളയുടെ റോക്കറ്റ് എത്തി എന്ന ആഹ്ലാദ പ്രകടനമായിരുന്നു പിന്നീട് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ കണ്ടത്. എന്നാൽ നൊടിയിടയ്ക്കുള്ളിൽ ഇസ്രായേലിന്റെ കടന്നാക്രമണം. ആ പ്രത്യാക്രമണത്തിൽ അക്ഷരാർത്ഥത്തിൽ തളർന്നിരുന്നുപോയി ഹിസ്ബുള്ള പോരാളികൾ. തുടർന്ന് ഹിസ്ബുള്ള തീവ്രവാദികൾ ഭൂഗർഭറയിൽ ഓടിയൊളിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഹിസ്ബുള്ളയുടെ 60 രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 280 താവളങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഒട്ടും സുരക്ഷിതമല്ല എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികൾക്ക്. കമാൻഡർ ഇബ്രാഹിം കുബൈസിയുടെ കൊലപാതകം ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇസ്രായേൽ തിരിച്ചടിയിൽ അവർ നേരിട്ടിരിക്കുന്ന ദുരവസ്ഥ. ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം കുബൈസിയും മറ്റ് 6 പേരും ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇത് ഹിസ്ബുള്ളയെ തളർത്തിയത് സമാനതകളില്ലാത്ത തലത്തിൽ. തങ്ങളുടെ മുഖ്യ സൈനിക മേധാവിയും ഉപമേധാവിയുമൊക്കെ കൊല്ലപ്പെട്ടിരിക്കുന്നു. നിരവധി ഹിസ്ബുള്ള കമാൻഡർമാരെയാണ് ഇസ്രായേൽ വധിച്ചത്. ഹിസ്ബുള്ള റോക്കറ്റ് വിഭാഗത്തിന്റെ കമാൻഡറാണ് കുബൈസി. മറുപടിയായി വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള 300ഓളം റോക്കറ്റുകളാണ് അയച്ചത്. എന്നാൽ 1-2 റോക്കറ്റുകൾ മാത്രമാണ് നിലത്ത് വീണത്. ബാക്കിയൊക്കെ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ തകർത്തെറിഞ്ഞു. അനിവാര്യമായ ഒരു യുദ്ധം. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഓരോ ദിവസം കഴിയുന്തോറും ശക്തമായ ആക്രമണങ്ങൾക്കാണ് മുന്നിട്ടിറങ്ങുന്നത്. 4 യുദ്ധമുഖങ്ങളാണ് ഇപ്പോൾ ഒരേ സമയം ഇസ്രായേൽ തുറന്നത്. ഒരു വശത്ത് ലെബനൻ മണ്ണിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം, മറുവശത്ത് ഇപ്പോഴും അവശേഷിക്കുന്ന ഹമാസ് തീവ്രവാദികളെ കണ്ടെത്തി വധിക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങൾ. സിറിയയും ഇറാഖും കേന്ദ്രീകരിച്ച് ഇറാൻ പിന്തുണയോടെ ചില തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. സിറിയയിൽ നിന്ന് ഇക്കഴിഞ്ഞ ദിവസം ഒരു മിസൈൽ ആക്രമണം ഇസ്രായേലിന് നേർക്കുണ്ടായി. അതുകൊണ്ട് തന്നെ തികഞ്ഞ ജാഗ്രതയാണ് ഇപ്പോൾ ഇസ്രായേൽ പുലർത്തുന്നത്. ഇതിനിടയിൽ കൂടുതൽ സേനയെ സൈപ്രസ് എന്ന രാജ്യത്ത് അമേരിക്ക എത്തിച്ചു. കൂടുതൽ മേഖല സുരക്ഷിതമാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക പറയുന്നു. പരസ്യമായി ഹിസ്ബുള്ളയോടും ഇസ്രായേലിനോടും ഒരു വെടിനിർത്തലിന് ആവശ്യപ്പെടുമ്പോഴും മറുവശത്ത് ഹിസ്ബുള്ളക്കെതിരായ ആക്രമണങ്ങൾക്ക് ശക്തമായ പിന്തുണ ഇസ്രായേലിന് നൽകുന്ന അമേരിക്കയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ടെല്ലവീവിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിൽ നെതന്യാഹുവും ഭാര്യയും UN മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് ഇരുവരുടെയും ലക്ഷ്യം. 2006 നടന്ന 34 ദിവസത്തെ യുദ്ധം, അതായിരുന്നു ഏറ്റവും ഒടുവിൽ ശക്തമായ ആക്രമണം ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ നടത്തിയത്. അന്ന് ഹിസ്ബുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയെന്നതാണ് അവരെ വ്യത്യസ്തമാക്കിയത്. അതിനുശേഷം ഇസ്രായേലിനെ പടിക്ക് പുറത്തു നിർത്താൻ തങ്ങൾക്ക് കഴിയും എന്ന് ലെബനൻകാരെ അവർ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ലെബനീസ് ജനതയെ മനുഷ്യ കവചങ്ങളാക്കിയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ മിക്കവയും സ്ഥിതി ചെയ്യുന്നത് ജനവാസ കേന്ദ്രങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഹമാസിനെ നേരിട്ട അതേ ദുരവസ്ഥയാണ് ഇസ്രായേലിന് മുന്നിലുള്ളത്. ലെബനൻ മണ്ണിലേക്ക് ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുമ്പോൾ അത് കൂടുതൽ ലെബനീസ് ജനത കൊല്ലപ്പെടാനിടയാകും എന്ന കാരണമാണ് അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിന് നേർക്ക് സമ്മർദ്ദമായി ഉയർത്തുന്നത്.
മറുവശത്ത് ഹിസ്ബുള്ളയെ ഇക്കുറി തീർത്തില്ല എങ്കിൽ അത് ഇസ്രായേലിന് മുന്നിൽ സൃഷ്ടിക്കുന്ന തടസ്സങ്ങളും പ്രതിസന്ധികളുമൊന്നും ചില്ലറയല്ല. ഹമാസിനൊപ്പം ഹിസ്ബുള്ളയും കാലാകാലങ്ങളായി ഇസ്രായേലിനെ ആക്രമിക്കുന്നു. 2006 യുദ്ധ സാഹചര്യങ്ങളിലേക്ക് കടന്നതിന് സമാനമാണ് ഇപ്പോഴത്തെ അവസ്ഥയും. 2006 ഇസ്രായേൽ മണ്ണിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ കടന്നുകയറി. അന്ന് 8ഓളം സൈനികരെയാണ് അവർ വധിച്ചത്. 2 പേരെ ബന്ദികളാക്കി. അതിനു മുൻപും ഒരു ഇസ്രായേലി വ്യവസായിയെ ഹിസ്ബുള്ള ബന്ദിയാക്കിയിരുന്നു. ആ ബന്ദിയുടെ മൃതദേഹം വീണ്ടെടുക്കാനായി ഇസ്രായേൽ അന്ന് കൈമാറിയത് കൊടും തീവ്രവാദികളെ. 2006 മുതൽ ഹിസ്ബുള്ളയുടെ വളർച്ചയുടെ കാലഘട്ടമായിരുന്നുവെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കാൻ തങ്ങൾ പ്രാപ്തരാകുമെന്നും ആ സമയമെത്തുമ്പോൾ ആ ഘട്ടത്തിൽ ഇസ്രായേലിനെ തകർക്കുമെന്നുമൊക്കെ അവർ അനുയായികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഇക്കുറി ഹിസ്ബുള്ളയെ പൂർണ്ണമായി തൂത്തെറിയുക ഇസ്രായേലിന് അനിവാര്യമാണ്. ഇറാൻ പിന്തുണയോടെ ഹിസ്ബുള്ള ഓരോ ദിവസങ്ങളിലും ശക്തി ആർജിക്കുന്നുവെന്നതാണ് ഇസ്രായേലിനെ കൂടുതൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്നത്. ഇറാനിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങളും മിസൈലുകളുമൊക്കെയാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ദിനംപ്രതി എന്നോണം എത്തുന്നത്. ഭാവിയിൽ ലെബനന്റെ ഭരണം പൂർണ്ണമായി പിടിച്ചെടുത്ത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയാണ് ഹിസ്ബുള്ളയുടെ ലക്ഷ്യം. ഈ ഷിയ തീവ്രവാദ വിഭാഗത്തെ വരുതിയിൽ നിർത്തിയില്ല എങ്കിൽ ലെബനൻ ജനതയ്ക്കും ഭാവിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആക്രമണങ്ങളോട് ഒരു തരത്തിൽ സഹകരിക്കുക കൂടി ചെയ്യുന്നു ലെബനനിലെ മിതവാദികൾ. 90,000-ലധികം ലെബനീസ് ജനതയാണ് ഇപ്പോൾ ബെയ്റൂത്ത് ഭാഗങ്ങളിൽ നിന്ന് കൂട്ടമായി പലായനം ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിന് മുൻപ് ജനതയോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിൽ നിന്ന് ഏകദേശം 80,000-ഓളം ഫോൺ കോളുകളാണ് ലെബനീസ് ജനതയ്ക്ക് ലഭിച്ചത്. ഈ ഫോൺ കോളുകളിൽ ഹിസ്ബുള്ളയെ തങ്ങൾ ആക്രമിക്കാൻ പോകുന്നുവെന്നും നിങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യണമെന്നും ഇസ്രായേൽ സേന അവരോട് ആവശ്യപ്പെടുന്നു. അറബിയിലാണ് ഈ സന്ദേശങ്ങൾ മിക്കവാറും ജനങ്ങൾക്ക് കൈമാറുന്നത്. നിങ്ങൾ സുരക്ഷിത താവളങ്ങളിലേക്ക് മടങ്ങുക, ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിന് ശേഷം നിങ്ങളുടെ സ്വന്തം ഭവനങ്ങളിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നാണ് ഇസ്രായേൽ സേന അവരോട് പറയുന്നത്. 100,000-ഓളം ആളുകൾ പലായനം ചെയ്ത അവസ്ഥ. ബെയ്റൂത്തിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വലിയ പരിഭ്രാന്തിയിലാണ് ജനങ്ങൾ. ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന ലെബനൻ മണ്ണിൽ ആദ്യം ശക്തമായ വ്യോമാക്രമണങ്ങൾ, തുടർന്ന് കരമാർഗം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തച്ചുടയ്ക്കാനായി ഇസ്രായേൽ സേന ഇരച്ചു കയറും. ഗാസ മുനമ്പിൽ ഒരു ബഫർ സോൺ സുരക്ഷയ്ക്കായി സൃഷ്ടിച്ചതുപോലെ ലെബനൻ അതിർത്തിയിലും ഒരു ബഫർ സോൺ സൃഷ്ടിച്ചെടുക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഇപ്പോഴും ഇസ്രായേലിലെ ഏകദേശം 60,000-ഓളം ആളുകൾ ലെബനൻ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കുന്നു. അവരെ തങ്ങളുടെ വീടുകളിലേക്ക് സുരക്ഷിതമായി മടക്കിക്കൊണ്ടുവരും എന്ന പ്രഖ്യാപനമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ലെബനൻ മണ്ണിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം തൂത്തെറിയണം. ഹിസ്ബുള്ള ഇതിനകം തന്നെ ഹമാസിന് സമാനമായ ഭൂഗർഭറകളും മറ്റ് നിരവധി സംവിധാനങ്ങളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിർത്തി കടന്ന് അതിശക്ത ആക്രമണത്തിലൂടെ ഹിസ്ബുള്ളയെ മുട്ടുകുത്തിക്കണം. ഇറാൻ ഒരുവിധത്തിലും ഇസ്രായേലിന് നേർക്കൊരാക്രമണത്തിന് തിരിയില്ല എന്ന് വ്യക്തമായി ഇസ്രായേലിനറിയാം. കാരണം അതിനുള്ള ശേഷിയൊന്നും ഇപ്പോൾ ഇറാനില്ല. ഏതെങ്കിലും വിധത്തിൽ ഒരാക്രമണത്തിന് ശ്രമിച്ചാൽ പേജർ വാക്കി-ടോക്കി സ്ഫോടനങ്ങളായിരിക്കില്ല അങ്ങ് ഇറാനിൽ സംഭവിക്കുക. തലസ്ഥാനമടക്കം ചുട്ടരിക്കുന്ന സ്ഫോടനങ്ങൾ തന്നെയാവും ഇസ്രായേൽ അണിയിച്ചൊരുക്കുക. വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിന്റെ പോക്ക്. ഒരു മുഴുവൻ സമയ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ തിരിഞ്ഞാലും അതിൽ അതിശയിക്കാനില്ല. 3 യുദ്ധകേന്ദ്രങ്ങൾ തുറന്നിട്ടുകൊണ്ട് ശക്തമായ പോരാട്ടമാണ് ഇക്കഴിഞ്ഞ ദിവസം മുതൽ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത്. ലെബനനിലും സിറിയയിലും ഇറാഖിലും ഒരേ സമയം ആക്രമണങ്ങൾ നടത്തുക. ഈ 3 ഇടങ്ങളിലും ഹിസ്ബുള്ളയും ഇറാൻ അനുകൂല തീവ്രവാദ സംഘടനകളുമൊക്കെ പ്രവർത്തിക്കുന്ന ഇടങ്ങളാണ്. ആ കേന്ദ്രങ്ങൾ തച്ചുടച്ച് മേഖലയെ സുരക്ഷിതമാക്കുക, ഒപ്പം ഇസ്രായേലിലെ ജനങ്ങളുടെ ഭീതി അകറ്റുക. ഇതാണ് ഇസ്രായേലിന്റെ മുന്നിലുള്ള ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.